പക്ഷേ ഇത് ദൈവനിയോഗമെന്ന് പറയുന്നത് എന്നോട് അടുത്ത ബന്ധുക്കൾക്കൊക്കെ അറിയാൻ കഴിയും. ഇന്ന് മാമോദിസയ്ക്ക് വേണ്ടി കലർത്തിയ വെള്ളത്തിൽ യെരൂശലേമിലെ യോർദാനിൽ നിന്നുള്ള വെള്ളത്തിൽ ഒരു അംശവും ഉണ്ടായിരുന്നു. ഞങ്ങൾ യെരൂശലേമിൽ പോയപ്പോൾ കൊണ്ടുവന്ന യോർദാനിലെ ജലവും കലർത്തിയ വെള്ളമാണ് ഇന്ന് ഈ മാമോദിസയ്ക്ക് ഉപയോഗിച്ചത്. അതുപോലുള്ള നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഉണ്ടായത്. തീർച്ചയായും ആ ഒരു വലിയ നിയോഗത്തിന്റെ പ്രതികരണമാണ്. അപ്പൊ അതിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട പുതിയ സർക്കാരിനോടും അജൂസിലും സമാസത്തോടും നന്ദി അറിയിക്കുക. ബഹുമാനപ്പെട്ട വികാരിയേശൻ വളരെ സജീവമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അച്ഛൻ ഇന്ന് വൈകുന്നേരം സന്ധ്യാനമസ്കാരത്തിന് വീട്ടിൽ വരുന്നു. അച്ഛനോട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ മാമോദിസ ക്രമത്തിൽ കുറച്ചുകൂടെ ശക്തമായ രീതിയിൽ എല്ലാവർക്കും നടത്തണമെന്ന് ആഗ്രഹിക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. പലപ്പോഴും നമ്മൾ അവഗണിക്കുന്ന ഒരു ഭാഗമാണ് ഒരു വലിയ മാമോദിസ സഭയിലാക്കുന്നത്. സഭയിലായ കുട്ടി വിവാഹം കഴിക്കുമ്പോൾ വലിയ ആഹ്ലാദവും വലിയ ആവേശവും വലിയ ആഗ്രഹവും കഴിക്കണം. പക്ഷെ ഇത് കുഞ്ഞ് സഭയിലേക്ക് വരുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ആ മിഷൻ. തീർച്ചയായും ഈ യോഗയിൽ ഇനി അതൊരു മിഷനായി എടുക്കുന്ന യോഗയിൽ നടക്കണമെന്നാക്കി പോകുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ വിവരം പറഞ്ഞപ്പോൾ ഈ കൊയർ ഇതിനു വേണ്ടി തയ്യാറായി. ഇനിയും തീർച്ചയായും നമ്മുടെ യോഗയിലുള്ള മാമോദിസയ്ക്ക് ഈ സാധിക്കുന്നതിന് പല നിബന്ധനയ്ക്കനുസരിച്ച് കൊയർ പങ്കെടുക്കുകയാണെന്ന് വളരെ വ്യക്തമായിരിക്കും. അതിന്റെ ശുശ്രൂഷയുടെ മാധുര്യവും അതുപോലെ തന്നെ അർത്ഥവും മനസ്സിലാക്കുന്നത് നമുക്ക് പങ്കെടുക്കാൻ കഴിയും. അങ്ങനെ ഓർത്തഡോക്സി എന്ന് പറയുന്ന ആ ലോകത്തിലെ ഏറ്റവും പുരാതനമായ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആദ്യ കളിലേക്ക് വന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത അദ്ദേഹം കമ്പയർ ചെയ്ത് ഞങ്ങളെ ചെയ്യിപ്പിച്ച ഒരു പുസ്തകമാണ് ഇത്. ഈ ക്രമം ഈ ലെവലിൽ ഉണ്ടാവും. ഇനിയുള്ള അവസരങ്ങളിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും. കൊയറിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. പിന്നെ ദൂരെ ശാരീരികമായി വളരെയധികം ആൾക്കാർ എത്തിച്ചേർന്നുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന ദൈവനിയോഗം പറയാൻ മറ്റൊരു കാരണം പിന്നെ മാതാവ് നിങ്ങൾക്കറിയാവുന്ന നല്ല അസുഖം ബാധിച്ച് സീറ്റായിട്ട് കഴിഞ്ഞ ഒരു മാസം ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് മാമോദിസ ഇങ്ങനെ കൃത്യമായി നടത്താൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. പക്ഷെ ദൈവം അതെല്ലാം നീക്കുന്നു. ഇന്ന് വളരെ ഉപഭോഗത്തോടെ മടിയിലിരുത്തി കുഞ്ഞിനെ അനുഗ്രഹിച്ചിട്ടാണ് ഞങ്ങൾ പള്ളിയിലേക്ക്. അപ്പോൾ അതൊക്കെ ഒരു ദൈവ നിയോഗമായ കഥയാണ്. വിവാഹം പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി കടപ്പാട് അറിയിക്കുന്നു. നമുക്ക് കുറച്ച് സമയം ഫ്രീ ആയിട്ടുണ്ട്. 12:30 കഴിയും. ഉച്ചഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അത് സമയം പലപ്പോഴും നമുക്ക് വിവാഹത്തിന് വരുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കാൻ അവസരം ഉണ്ടാവില്ല. വളരെയും ആൾക്കാരെ പ്രത്യേകിച്ച് ബന്ധുക്കൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും പരസ്പരം സംസാരിക്കാനും ആശയവിനിമയം നടത്താൻ ആവശ്യമാണ്. കൂടാതെ നമ്മുടെ തന്നെ കുറിച്ചുള്ള മയക്കാട്ടെ അമ്മ കഴിഞ്ഞ ദിവസം മരിച്ചു. അതിനോട് തന്നെ നമുക്ക് ആ വീട് പോകുന്നതും നമ്മുടെ ആ വീടുമായിട്ടുള്ള ബന്ധപ്പെടുത്തുന്നതിനുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു അരമണിക്കൂർ സമയം വിശ്രമമുണ്ട്. വിശ്രമത്തിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിക്കുന്ന അതിൽ എല്ലാവരും ദൈവികമായി എല്ലാവർക്കും ഭരണസമിതിയോടും ക്രിസ്റ്റിയോടും ഒക്കെ ഉള്ള നന്ദി എല്ലാവരോടും നന്ദി. കാര്യം ഇതിൻ്റെ കാറ്ററിംഗ് നടത്തുന്നത് ചാർലിയാണ്. അവിടെ വെച്ച് നമുക്ക് സമയം സൗകര്യമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഒരിക്കലും വിസ്മയിക്കുവാൻ പാടില്ലാത്ത മറ്റൊരാളാണ് തിരുമേനിയുടെ ആന്തരിക സഹോദരവും ഭയങ്കരമായിട്ട് സാധാരണമായിട്ടുള്ളത് ഒരിക്കലും ഇടവകയ്ക്ക് ശക്തമായ രീതിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇടവകയാണ് തിരുമേനിയുടെ പ്രാർത്ഥനയോട് ഇടവകയിൽ 2 വൈദ്യ വിദ്യാർത്ഥികൾ ഇടവകയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടവകി നമ്മളൊക്കെ തിരുമേനിയോട് കടപ്പെട്ടവരാണ്. വളരെ സന്തോഷത്തോടുകൂടി അവസരത്തെ സൂചിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകം
സ്നേഹമായി വളരേണം, നമ്മിക്കാശ്വാസമായി വളരേണം. വാവാവോ ആരാരോ, വാവാവോ ആരാരോ, ആരീരാരോ 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 ആരീരാരോ, വാവാവോ ആരാരോ, ലോകത്തിൻ വെളിച്ചമായി വളരേണം, മാതൃകയായി നീ വളരേണം.